വാഹനങ്ങളുടെ അമിതവേഗം പലപ്പോഴും ആപത്തിലേക്ക് നയിച്ചിട്ടുള്ളൂ. ഇത്തരത്തിൽ നിരവധി അപകടങ്ങളാണ് ദിനം പ്രതി നമുക്ക് ചുറ്റും നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ലിവർപൂൾ താരം ഡിയാഗോ ജോട്ടയും സഹോദരനും കാർ അപകടത്തിൽ മരിച്ചത്. താരത്തിന് ആദരാഞ്ജലി അർപ്പിച്ചും പ്രതിരോധമാകണം നിരത്തിൽ എന്ന ആശയം ചൂണ്ടിക്കാട്ടിയും കേരള മോട്ടോർ വാഹന വകുപ്പ് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പും പങ്കുവച്ചു. ഉയർന്ന വേഗത്തിലോടുന്ന വാഹനങ്ങളിൽ ചെറിയ പിഴവുകൾ പോലും വലിയ അപകടത്തിലേക്ക് നയിക്കാമെന്നും MVD പോസ്റ്റിൽ പറയുന്നു. നിരത്തുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ചെറിയ അശ്രദ്ധ വരെ ജീവന് ഭീഷണിയായേക്കാം. അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടമാകും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുമെല്ലാം അപകടത്തിലെ ഇടയാക്കാറുള്ളൂ. ചീറിപ്പാഞ്ഞു പോകുന്നതിനു പകരം മിതമായ വേഗത്തിൽ മുന്നിലുള്ള വാഹനവുമായി ഒരു നിശ്ചിത ദൂരത്തിൽ വാഹനം ഓടിച്ചാൽ അത്രയും നല്ലത്. പ്രത്യേകിച്ചും മഴ പെയ്യുന്ന സമയം അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയം അമിതവേഗം തന്നെ കാരണമാകണമെന്നുമില്ല. വാഹനങ്ങളിലെ ചക്രങ്ങൾ ഊരിത്തെറിച്ചും പൊട്ടിയും എല്ലാം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വാഹനങ്ങളുടെ വീലുകൾ മുറുക്കുന്ന വീൽ നട്ട് ടൈറ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അഥവാ നട്ടുകൾക്ക് തകരാർ സംഭവിക്കുകയാണെങ്കിൽ അതിന് സമാനമായ നട്ടുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വേറെ വാഹനത്തിന് വേണ്ടി തയ്യാറാക്കിയ നട്ടുകൾ മാറ്റിയിടുന്നത് ഒഴിവാക്കുക. ഇത്തരം വാഹനങ്ങളുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നനഞ്ഞ റോഡാണെങ്കിൽ റോഡിന്റെ ഗ്രിപ്പ് കുറയും. ഇത് വാഹനത്തിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വർദ്ധിപ്പിക്കുകയും വാഹനം തെന്നി മാറാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. തേയ്മാനമുള്ള ടയറുകൾ പെട്ടെന്ന് പൊട്ടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഉയർന്ന വേഗത്തിൽ വാഹനം ഓടുകയും ടയർ പൊട്ടുകയും ചെയ്താൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അപകടം ഉണ്ടാവുകയും ചെയ്യും. ഇതുമാത്രമല്ല, തേഞ്ഞ ടയറുകൾ ഉപയോഗിക്കുമ്പോൾ നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടാകും. ഇത്തരം സന്ദർഭങ്ങളിലും അല്ലാതെയും വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ വിചാരിച്ചതിലും കുറച്ചധികം ദൂരം സഞ്ചരിച്ച ശേഷമാകും വാഹനം നിർത്തുക. ഇതും വളരെ അപകടമാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഓടിക്കുന്നയാളുടെ ഏകാഗ്രത കുറയ്ക്കും. നമ്മൾ ഒരു കാര്യം വിചാരിച്ചാലും തലച്ചോറ് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രതികരിക്കാൻ കൈകാലുകൾ കൂടുതൽ സമയമെടുക്കും. മദ്യത്തിനു പുറമെ പല മരുന്നുകൾ കഴിക്കുന്നതും നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ ബാധിച്ചേക്കാം. ഇനി എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും റോഡിലെ കുഴികൾ അപകടം വരുത്തും. എന്നിരുന്നാലും അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ കുഴിയിൽപ്പെട്ടാൽ അവിടെ വലിയ അപകടമാകും സംഭവിക്കുക. അതുപോലെ റോഡിന് കുറുകെ ചാടുന്ന മൃഗങ്ങളും യാത്രക്കാരെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. എങ്കിലും വേഗത കുറച്ചാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞത് വണ്ടി നിർത്താനെങ്കിലും നമുക്ക് സാധിക്കും. മാത്രമല്ല, നിർബന്ധമായും ട്രാഫിക് സിഗ്നലുകളും കൃത്യമായി പാലിക്കുക.